നമസ്കാരം, ഞാൻ രാധാകുൽ. ആദ്യമായി വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. നന്ദി. നന്ദി എന്ന വാക്ക് എത്ര മഹത്തരം അല്ലേ? ഒരു ദിവസത്തെ പ്രകാശപൂരിതമാക്കാൻ ആ പ്രഭാതത്തിന് കഴിയും. നമുക്ക് ഒരുപാട് ആവലാതികളുണ്ട്. അവിടെയാണ് നന്ദിയുടെ പ്രാധാന്യം. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിനവും ഓരോ ദാനമാണ്. അതിന് നന്ദി പറയേണ്ടത് നമുക്ക് ആവശ്യമല്ലേ? അപ്പം നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത് ആരോടാണ്? ഈ ലോകത്തെ സൃഷ്ടിച്ച, അല്ലെങ്കിൽ സർവചരാചരങ്ങളുടെയും നാഥനായ ആ സുപ്പീരിയർ പവറിനോട് നമുക്ക് നന്ദി പറയാം. നമ്മളെ ജനിപ്പിച്ച, നമുക്ക് ജന്മം തന്ന ആ മാതാപിതാക്കളോട് നമുക്ക് നന്ദി പറയാം. അപ്പോൾ നമ്മൾ വലുതായി, ജോലിയായി, അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യുന്ന ആളായി, നമുക്ക് മക്കളായി, അവരുടെ മക്കളായി നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോരുമ്പോൾ ഓരോ ദിവസവും ഓരോ പ്രഭാതവും ഓരോ പ്രതീക്ഷയാണ് അല്ലേ? ആ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ മുന്നോട്ട് പോകാൻ ദൈവം നമുക്ക് ശക്തി തന്നതിന് ആ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. അപ്പോ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, പ്രഭാത കൃത്യങ്ങൾ നടത്തുന്നു. അപ്പൊ നമ്മൾ എഴുന്നേറ്റതിന് നമ്മൾ ആരോടെ നന്ദി പറയണ്ടേ? ദൈവത്തോട് നന്ദി പറയല്ലേ? നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. പക്ഷേ നമ്മൾ സാധാരണ നിലയിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പം എന്തൊക്കെ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും നമ്മൾ എഴുന്നേക്കുന്നത്? വേദന, കടം, ജോലി, അല്ലെ? അങ്ങനെ പോകുന്നു നമ്മുടെ ജീവിത രീതികൾ. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ എല്ലാവരോടും നന്ദിയുള്ളവരാകുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നു. അപ്പം നമ്മുടെ രാവിലത്തെ ചിന്തകളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ ദിവസത്തെ ഫലങ്ങൾ. സോ നമ്മുടെ രാവിലത്തെ ചിന്തകൾ എങ്ങനെയാകണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. ഓരോ ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. ആദ്യമായി നമ്മൾ നന്ദിയുള്ളവര് ദൈവത്തിനോട് നന്ദി പറയുക, മാതാപിതാക്കളോട് നന്ദി പറയുക. അപ്പോ നല്ല ഉറക്കം കിട്ടിയതിനും ദൈവത്തോട് നന്ദി പറയുക, രാവിലെ എഴുന്നേക്കാൻ കഴിഞ്ഞതിനും ദൈവത്തോട് നന്ദി പറയുക, രാവിലെ നമ്മുടെ പ്രഭാത കൃത്യങ്ങൾ നടത്താൻ നമുക്കുള്ള സൗകര്യം ഒരുക്കി തന്നതിന് ദൈവത്തോട് നന്ദി പറയുക. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ എല്ലാവരോടും നന്ദിയുള്ളവരായി തീരുന്നു. നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ നാട്ടുകാരോട്, നമ്മുടെ വീട്ടുകാരോട്, എല്ലാവരോടും നമ്മൾ നന്ദിയുള്ളവരായാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പോസിറ്റീവ് ഉള്ള ആളുകളായിട്ട് മാറും. നമുക്ക് പോസിറ്റിവിറ്റി കൂടും, നമ്മുടെ ലൈഫിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. എപ്പോഴും മൂടിയായിട്ട് എനിക്കൊന്നുമില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞിരിക്കാതെ നമ്മളെപ്പോഴും ദൈവത്തിലും കൂട്ടുകാരിലും ഒക്കെ നന്ദിയുള്ളവരായിട്ട് തീരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.